UDF കാരല്ലേ? അവർക്കതൊരു അഭിമാനം ചെയ്തില്ലേ അവര്? അത് അവരാ ചെയ്ത്, ഞങ്ങൾ വിചാരില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ഒരു ഉദ്യോഗസ്ഥന്റെയും ആവശ്യമില്ല, ഗവൺമെന്റ് സംവിധാനത്തിന്റെ ആവശ്യമില്ല. അത് നടത്താനുള്ള ആൾക്കാരാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ജനങ്ങളാണ് ഈ പാർട്ടിയുടെ കാവൽക്കാർ. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുക. ആക്ഷേപങ്ങൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഇങ്ങനെ കളവുകൾ പ്രചരിപ്പിക്കാൻ പാടുണ്ടോ? ഏതൊരു കാര്യത്തിലും അപ്പപ്പോ വ്യക്തമായ പരാതി കിട്ടിയാൽ അപ്പപ്പോ നടപടിയെടുക്കുന്നതല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനം? അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവും ആർക്കുണ്ടാവേണ്ടതില്ല. ജനങ്ങളുടെ മുന്നിൽ വളരെ വ്യക്തതയുള്ള നയസമീപനവുമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു തെറ്റിന്റെ കൂടെയും നിൽക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിലെ ഈ ഭരണത്തെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ പാർട്ടി പരിശ്രമിക്കുന്നത്. പിന്നെ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പാർട്ടിക്കാരല്ലാത്തവരും നമ്മളോട് സഹായിക്കാൻ വരും. സ്വതന്ത്ര സ്ഥാനാർത്ഥി, സ്വതന്ത്രന്മാർ അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരും. എത്ര സ്വതന്ത്രന്മാര് നമ്മളെ കൂടെ വന്നിട്ടുണ്ട്? ഈ കേരളത്തിലെ പ്രതിഭാശാലികളായ മനുഷ്യരല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്രന്മാരായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്. ജ്ഞാനപീഠ ജേതാവ് SK പൊറ്റേക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തലശ്ശേരിയിൽ നിന്ന് MP ആയി ഇന്ത്യയുടെ പാർലമെന്റിലെത്തി. ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറഞ്ഞ ആരാ? ഏറ്റവും മികച്ച മലയാള സാഹിത്യ നിരൂപകനാണ് മുണ്ടശ്ശേരി മാഷ്. നമ്മളെ സ്വതന്ത്രനായി ജയിച്ച് വിദ്യാഭ്യാസ മന്ത്രിയായില്ലേ? VR കൃഷ്ണയ്യർ, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള പേരല്ലേ VR കൃഷ്ണയ്യർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണയോടെ സ്വതന്ത്രനായി MP ആയി, MLA ആയി, മന്ത്രിയായില്ലേ? ഡോക്ടർ മേനോൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണ, നല്ല ഡോക്ടറായിരുന്നു, ആരോഗ്യമന്ത്രിയായില്ലേ? നമ്മുടെ സ്വതന്ത്രന്മാർ എപ്പോഴും നമ്മുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് തികയില്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയങ്ങൾ നോക്കി 23-ാം പാർട്ടി കോൺഗ്രസിന്റെ രേഖയിലും എല്ലാ പാർട്ടി കോൺഗ്രസ് രേഖകളും നമ്മൾ കാണുന്നത് എന്താ? ഈ രാജ്യത്ത് മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പം പാർട്ടി അംഗങ്ങൾ, പാർട്ടി ബന്ധുക്കൾ, പാർട്ടി അനുഭാവികൾ, അതിനുമപ്പുറത്ത് പാർട്ടിക്കൊപ്പം വിഷയങ്ങളിൽ സഹകരിക്കാൻ തയ്യാറുള്ള വ്യക്തികൾ, അവരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്. എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണം. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളാകണമെന്ന് നിർബന്ധിക്കാനാവില്ല. പലതരം സങ്കീർണതകൾ ഉണ്ടാവും. അപ്പൊ ഈ സ്വതന്ത്രന്മാരെ കൂടി കൂട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുക. അങ്ങനെയാണ് നമ്മൾ നിരവധി സ്വതന്ത്രന്മാരെ മലപ്പുറം ജില്ലയിൽ നമ്മളെ കൂടെ വന്ന് മത്സരിച്ചിട്ടില്ലേ? പക്ഷേ അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ സാധാരണ നമ്മൾ സ്വതന്ത്രന്മാരോട് എന്താ പറയാ? ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോ ഒന്നിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ 5 കൊല്ലത്തേക്കാ. ആ 5 കൊല്ലത്തേക്ക് നമ്മൾ ഒരുമിച്ച് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ കൂടെ നിൽക്കണം. അയിമലാണ് നമ്മൾ സ്വതന്ത്രന്മാർക്ക് പിന്തുണ കൊടുക്കുക. ചില ആൾക്കാർ 3 കൊല്ലം കൂടുമ്പോ തൊട്ടിന്യായം പറഞ്ഞ് പിരിഞ്ഞു പോകും. അത് കണ്ടും ഞങ്ങൾ പേടിക്കുന്നില്ല എന്ന കാര്യം ഓർപ്പിച്ചു. അങ്ങനെയുണ്ടേ, അതൊക്കെ ഒരു ഇതിന്റെ ഭാഗം. ഏത് ബാക്കി ഞാൻ പറയുന്നില്ല. അതാണ് അങ്ങനെ പോയാൽ ഇതാ തീർന്നു. ആര്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷം കിട്ടിപ്പോയി ഒരവസരം, തട്ടിക്കളയാം, ഈ കമ്മ്യൂണിസ്റ്റ് പാവങ്ങളെ തട്ടാം എന്ന് വിചാരിച്ച് ചാടി ഇറങ്ങരുത്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായാലും അത് പ്രചരിപ്പിക്കണം, ജനങ്ങളോട് പറയണം. നിങ്ങൾ ഉപയോഗിക്കും, നമുക്കെതിരായിട്ട് ഉപയോഗിക്കുന്നത് ഞാനൊന്നും പറയില്ല. അതിനൊരു അളവുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ നമുക്കൊന്നും സംഭവിക്കാനൊന്നും പോണില്ല. പക്ഷെ കാണുമ്പോ ഒരു വിഷമം. അതാ സംഭവം. ഇപ്പോ നിലമ്പൂർ MLA നമ്മളുടെ കൂടെ നിൽക്കുന്നില്ല, മാറിക്കോട്ടെ, മാറിപ്പോയി. പിന്നെ മാറിപ്പോയൊരു ശക്തി കാണിക്കാൻ ചില സൂത്രങ്ങളൊക്കെ കാണിക്കും. അതിപ്പോ നമുക്കൊന്നും അതിനെക്കുറിച്ച് പറയില്ല. പിന്നെ നിലമ്പൂരിന്റെ അടുത്താണ് ഗൂഡല്ലൂര് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ DMKന്റെ കൂടി ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടുവന്നു വരും. അതിപ്പോ നിലമ്പൂരിന്റെ അടുത്ത് ഗൂഡല്ലൂർ ഉണ്ടായതൊരു സംഭവിച്ചോണ്ടാണ്. മനസ്സിലായല്ലോ? ഇമ്മക്ക് വല്ല പേടിയുണ്ടോ? എനിക്കതാ മനസ്സിലാത്തത്. അതൊക്കെ നടക്കും, അതൊക്കെ അതിന്റെ വഴിക്ക് പോകും. പക്ഷേ നമ്മളെ നേരെ കളവ് പ്രചരിപ്പിക്കരുത്. നമുക്കെതിരായിട്ട് ഈ പാർട്ടിയെ അധിക്ഷേപിക്കരുത്.
പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നിട്ട് നമുക്കൊരു നമ്മളുടെ ഒരു സ്നേഹം ആരാണ്? ബ്രാഞ്ചിലെ സഖാവ് നല്ല സഖാവ്, ലോക്കൽ കമ്മിറ്റി കുറച്ചും കൂടി മോശം, സംസ്ഥാന ജില്ലാ കമ്മിറ്റി കുറച്ചും കൂടി മോശം, സംസ്ഥാന കമ്മിറ്റി മോശം, അതിന്റെ അപ്പുറത്താണ് വളരെ മോശം, പിണറായി വിജയൻ വളരെ 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 മോശം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളണം കേട്ടോ, ഞങ്ങളെ എല്ലാരെയും അടയാളപ്പെടുത്തുന്ന ഒരു പേരുണ്ട്, അത് സഖാവ് എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം, അത് മനസ്സിലാക്കിക്കോളണം. അത് ബ്രാഞ്ചായാലും പോളിറ്റ് ബ്യൂറോ ആയാലും ശരി, ഞങ്ങളെല്ലാം ഒന്നാണ്, ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങളെല്ലാവരും ഈ ചെങ്കൊടിയുടെ ആത്മാഭിമാനത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. വ്യത്യസ്തങ്ങളായ ചുമതലകൾ വ്യത്യസ്ത സ്ഥലത്തിൽ നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ. പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമനുസരിച്ചാണ്. ആ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേരെ കളങ്കമുണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കരിവാരി തേക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ അതിനാളെ കിട്ടില്ല. കിട്ടിപ്പോയി കുറച്ച് ആൾക്കാർ, അതിന് കിട്ടുന്നവർ വിചാരിച്ചത് പിണറായിയെ കുറ്റം പറയാം. എന്നിട്ട് സാധാരണക്കാരെ സഖാവെ ബാഞ്ചിലെ മെമ്പറോട് അയ്യോ സഖാവിനെ കുറിച്ചല്ല കേട്ടോ, ഇത്ര വിവരമില്ലാത്തവരെ ഞങ്ങളെ പാർട്ടിയിൽ ഇത് വിചാരിച്ചോ? അങ്ങനെ വിചാരിച്ചാ ഇവൻ സാധുവായിരിക്കും. ഗതിയില്ലാത്തവനൊക്കെയാണ് ഞങ്ങളെ പാർട്ടിയിൽ ധാരാളം, പാവങ്ങളാ. 3 നേരത്തെ ഭക്ഷണം വല്ലപ്പോഴും കഴിക്കുന്നവർ ഈ പാർട്ടിയിൽ ധാരാളമുണ്ട്. അവരെ പറഞ്ഞു പറ്റിക്കാനൊന്നും ഈ ലോകത്തൊരാളെ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഇങ്ങനെ പെരുമാറാൻ പാടുണ്ട് നമ്മുടെ പാർട്ടിക്കെതിരായിട്ട്? ഇവിടെ വിലയാണെന്ന് എന്തെല്ലാം കാപട്യം നിറഞ്ഞ തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് നടത്തിയത്, എന്തെല്ലാം തെറ്റായ പ്രചരണ ഘോഷങ്ങളാണ് നടത്തിയത്. അത് നല്ല കാര്യമില്ല, ന്യായമായ കാര്യമല്ല. പാർട്ടി എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായൊരു കാഴ്ചപ്പാടിന്റെയും പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാം. ഞങ്ങൾ വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ പാർട്ടി ഒരു തരം ഭീഷണിയുടെ മുന്നിൽ കീഴടങ്ങില്ല. പാർട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സാധാരണക്കാരുടെ താല്പര്യത്തെ സംരക്ഷിക്കുന്നതാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ഒരാൾ നടത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് ഞങ്ങൾക്കെതിരായി വരുമ്പോൾ അത് ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും എതിരായ പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിയാൻ ഈ നാടിന് കഴിയും എന്ന കാര്യം മറന്നുപോകണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരാൾക്കും മുന്നിൽ നിന്ന് കുത്തിയും തോൽപ്പിക്കാൻ കഴിയില്ല, പിന്നിൽ നിന്ന് കുത്തിയും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം ഓർത്തോളണം. ഞാൻ നിലമ്പൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ തെരുവിലാണ് സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് വീണത്. ഈ റോട്ടിലാണ് സഖാവ് പൗലോസ് കുത്തേറ്റ് മരിച്ചു വീണത്. ആ രക്തസാക്ഷികളുടെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേലെ ഒരു തരി മണ്ണിടാൻ ഒരാളെയും അനുവദിക്കുകയില്ല എന്ന ഉറപ്പുണ്ട്. ആ ഉറപ്പിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ജനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാവൽക്കാർ. ഇപ്പൊ ഈ കേരളത്തിൽ എല്ലാ വർഗീയവാദികളും ഒരുമിച്ചിരിക്കുക. എല്ലാ വർഗീയവാദികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഒരുമിച്ചിട്ടുണ്ട്. UDF കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഈ വർഗീയവാദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാൻ പരിശ്രമം നടത്തുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വലിയ തോതിൽ പണം ചെലവഴിച്ച് ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ലക്ഷ്യമാണുള്ളത്, കേരളത്തിലെ ഭദ്രമായ ഇടതുപക്ഷ അടിത്തറയെ തകർക്കണം. ഒരുപാട് മനുഷ്യന്റെ രക്തവും ജീവനും നൽകിയാണ് ഈ പ്രസ്ഥാനം ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വന്നു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, കൂലിക്ക് വന്ന ഒരാളും ഇവിടെയില്ല എന്നതാണ്. ഒരാളില്ല. അവര് വന്നതാ ഇവിടെ. അവര് നാളെയും വരും, മറ്റന്നാളും വരും. ഈ പാർട്ടിക്ക് ഒരു പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കാൻ ജീവന്റെ ഒരു തരി ഉണ്ടെങ്കിൽ ഈ കേരളത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ വരും. ആ മനുഷ്യരാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്. ആ മനുഷ്യരെ ഒന്നിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾക്ക് അനുയോജ്യമായി അതിൽ കുറവ് വരുന്നിടത്ത് കുറവ് പരിഹരിച്ച് കേരളത്തിലെ CPIM ജനങ്ങൾക്കൊപ്പം നിൽക്കും. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും. ഞങ്ങൾക്ക് പെശക് പറ്റിയാൽ ജനങ്ങളോട് തുറന്നു പറയും. ആ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയിൽ ഇടതുപക്ഷമില്ലാത്തൊരു ഇന്ത്യ നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ? ഇതിനേക്കാൾ വളരേണ്ട ഒരു ഇടതുപക്ഷത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിന്റെ തിളങ്ങുന്ന കരുത്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അതിന്റെ 8 സംവത്സര കാലത്തെ ഭരണമുണ്ടാക്കിയ മഹാനന്മകളെ തല്ലിക്കെടുത്തുക, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പ്രചരിപ്പിക്കുക, ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം
ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാനമാണ്, ലോകത്തെ ഏറ്റവും മോശം സംസ്ഥാനമാണ്, മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സ്ഥലമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനുവേണ്ടി കോടാനുകോടി രൂപ ചെലവഴിക്കുക. അത് വാങ്ങിച്ചവർ നമുക്ക് നേരെ ആക്രോശിക്കുക. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയെ തകർക്കുക, കേരളത്തിൽ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മായ്ച്ചു കളയുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തന പ്രക്രിയയിലേക്ക് നീങ്ങുന്ന വലതുപക്ഷത്തിന്റെ അണിയിലേക്ക് ഒരു അൻവർ കൂടി പോയിരിക്കുന്നു എന്നതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് വർഗശത്രുവിന്റെ പാളയത്തിൽ നിൽക്കുന്ന ഒരാളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗശത്രുവായി തന്നെയാണ് കാണുക എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകേണ്ടതില്ല. നമുക്ക് ജനങ്ങളുടെ പിന്തുണയോടുകൂടി കൂടുതൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. നിലമ്പൂരിലെ പാർട്ടി, മലപ്പുറത്തെ പാർട്ടി ഒരുപാട് പ്രയാസങ്ങളെ അതിജീവിച്ച പാർട്ടിയാണ്. ചെറിയൊരു പാർട്ടിയായി തുടങ്ങിയ പാർട്ടിയാണ്. 1969 മലപ്പുറം ജില്ല രൂപീകരിച്ച കാലത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇപ്പോൾ നമുക്കുള്ളത്. അതിനേക്കാൾ വലിയ ബഹുജന സ്വാധീനമുള്ള പാർട്ടിയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പാർട്ടി. ലീഗിന്റെ നെടുങ്കോട്ടയിൽ ആരൊക്കെയാണ് നമ്മൾ തോൽപ്പിച്ചതെന്നൊന്നും ഞാനൊരു വീരവാദം പോലെ പറയുന്നില്ല. അതൊരു സത്യമാണ്. ഒരുപാട് ആളുകൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നു. ഒരുപാട് ആളുകളുടെ പിന്തുണയും സഹായവും നമുക്ക് കിട്ടി. ഇനിയും കൂടുതൽ ആളുകൾ കടന്നു വരണം. ഇനിയും കൂടുതൽ സ്വതന്ത്രന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരണം. നല്ല മനുഷ്യർ കടന്നു വരണം. അവർക്കായി തുറന്നിട്ട ഒരു വാതിലാണ് ഈ CPIM. മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് കരുത്തോടുകൂടി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് നാം മുന്നോട്ട് പോകും. നമ്മുടെ ഒരു ഗവൺമെന്റ് ഇവിടെയുണ്ട്, അതും ജനപക്ഷത്താണ് നിൽക്കുക. അതിന്റെ സാരഥി മുഖ്യമന്ത്രി സഖാവ് പിണറായി, ക്യാബിനറ്റ്, ഗവൺമെന്റ്, പാർട്ടി എല്ലാം ഒരുമിച്ച് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളിൽ നിങ്ങൾ